അടുത്തത് prove that the determinant x sin theta cos theta minus sin theta minus x1 cos theta 1 x is independent of theta. Is independent of theta. നോക്കാം. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണാം. എക്സ് ഇൻറ്റു ഡിറ്റർമിനൻറ്റ് മൈനസ് എക്സ് 1 എക്സ് മൈനസ് സൈൻ തീറ്റ ഇൻറ്റു ഡിറ്റർമിനൻറ്റ് മൈനസ് സൈൻ തീറ്റ 1 കോസ് തീറ്റ എക്സ് plus cos theta into determinant minus sin theta minus x cos theta 1 x into minus x square minus 1 minus sin theta into minus x sin theta minus cos theta plus cos theta into minus sin theta plus x cos theta minus x cube minus x plus x sin square theta minus plus sin theta cos theta minus sin theta cos theta plus x cos square theta. സൈൻ തീറ്റയും കോസ് തീറ്റയും ക്യാൻസൽ ചെയ്ത് മൈനസ് എക്സ് ക്യൂബ് മൈനസ് എക്സ് പ്ലസ് എക്സ് കോമൺ എടുത്ത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ മൈനസ് എക്സ് ക്യൂബ് മൈനസ് എക്സ് പ്ലസ് എക്സ് ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 മൈനസ് എക്സും പ്ലസ് എക്സും ക്യാൻസൽ ചെയ്തു. അപ്പം മൈനസ് എസ് ക്യൂബ് ഇസ് ദ ആൻസർ. അപ്പോൾ മൈനസ് എസ് ക്യൂബ് എന്ന് പറയുമ്പോൾ ഇൻഡിപെൻഡൻ്റ് ഓഫ് തീറ്റയാണ്. തീറ്റ ഇല്ല. ദെർഫോർ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് തീറ്റ. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ ഈ ഇൻഡിപെൻഡൻ്റ് ഓഫ് തീറ്റ എന്ന് പറയുമ്പോൾ തീറ്റ ഇല്ല എന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ വിത്തൗട്ട് എക്സ്പാൻഡിങ് the determinant prove that a square bc b square ca c square ab equal to 1 a square a cube 1 b square b cube 1 c square c cube. എക്സ്പാൻഡ് ചെയ്യാതെ ഇത് ഈക്വൽ ടു ഇതാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം. ഓക്കെ, അപ്പോൾ നോക്കാം. വിത്തൗട്ട് എക്സ്പാൻഡിങ് പ്രൂവ് ദാറ്റ് എ സ്ക്വയർ ഈക്വൽ. ഇത് കിട്ടാനും വേണ്ടി എനെ കൊണ്ട് ഫസ്റ്റ് റോനെയും
ബീനെ കൊണ്ട് സെക്കൻഡ് റോനെയും സീനെ കൊണ്ട് തേർഡ് റോനെയും മൾട്ടിപ്ലൈ ചെയ്യാം. വെറുതെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല, അത് ഡിവൈഡ് ചെയ്യും വേണം. എ സ്ക്വയർ എ ക്യൂബ് എ ബി സി, ബി സ്ക്വയർ ബി ക്യൂബ് എ ബി സി, സി സ്ക്വയർ സി ക്യൂബ് എ ബി സി. ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ്. ഇനി ഇതിൽ എ ബി സി തേർഡ് കോളത്തിൽ നിന്ന് ഔട്ട് സൈഡ് എടുക്കാം. എ സ്ക്വയർ എ ക്യൂബ് 1, ബി സ്ക്വയർ ബി ക്യൂബ് 1, സി സ്ക്വയർ സി ക്യൂബ് 1. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം. ഇനി ഇത് രണ്ടും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യാം. ഓക്കെ, അതായത് C2 ഇൻ്റർചേഞ്ചസ് ടു C3. അപ്പോൾ സൈൻ ചേഞ്ച് ആവും. ഒരു കോളോ റോയോ തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്താൽ സൈൻ ചേഞ്ച് ആവും. അപ്പോൾ ബാക്കി എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ 1 1 1, എ ക്യൂബ് ബി ക്യൂബ് സി ക്യൂബ്. ഇനി C1ഉം C2 ഇൻ്റർചേഞ്ച് ചെയ്യും. വീണ്ടും സൈൻ ചേഞ്ച്, അത് മൈനസിൽ പ്ലസ് ആവും. 1 1 1, എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ്. ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകും. Evaluate. Determinant. Cos alpha cos beta. Cos alpha sin beta minus sin alpha minus sin beta. Cos beta 0. Sin alpha cos beta, sin alpha sin beta, cos alpha. ഇതിൻ്റെ വാല്യൂ, ഇതിന് ഇവാലുവേറ്റ്, ഇതിൻ്റെ വാല്യൂ എന്താണ്? cos alpha cos beta into determinant cos beta 0 sin alpha sin beta cos alpha minus cos alpha sin beta into determinant minus sin beta 0 minus sin alpha minus sin beta cos beta sin alpha cos beta sin alpha sin beta cos alpha cos beta into cos alpha cos beta minus cos alpha sin beta into minus minus plus minus sin beta cos alpha sin beta minus minus plus sin beta cos alpha minus
സൈൻ ആൽഫ ഇൻറ്റു മൈനസ് സൈൻ ആൽഫ സൈൻ സ്ക്വയർ ബീറ്റ മൈനസ് സൈൻ ആൽഫ കോസ് സ്ക്വയർ ബീറ്റ മൈനസ് സൈൻ ആൽഫ ഇൻറ്റു നെഗറ്റീവ് മൈനസ് ഓക്കെ കോസ് സ്ക്വയർ ആൽഫ കോസ് സ്ക്വയർ ബീറ്റ കോസ് സ്ക്വയർ ആൽഫ സൈൻ സ്ക്വയർ ബീറ്റ മൈനസ് സൈൻ ആൽഫ ഇൻറ്റു ഇതിൽ നിന്ന് രണ്ടെണ്ണം വേണമെങ്കിൽ മൈനസ് സൈൻ ആൽഫ കോമൺ എടുക്കാം. അപ്പോൾ മൈനസും മൈനസും പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ മൈനസ് സൈൻ ആൽഫ എടുത്താൽ മൈനസ് പ്ലസ്. ഇതിൽ നിന്ന് രണ്ടെണ്ണം കോസ് സ്ക്വയർ ആൽഫ കോമൺ എടുക്കാം. സൈൻ സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ 1 ആണ്, ഇതും 1 ആണ്. അപ്പോൾ കോസ് സ്ക്വയർ ആൽഫ ഇൻറ്റു 1 പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ ഇൻറ്റു 1. അപ്പോൾ കോസ് സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ അത് 1 ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. Then answer 1. A, B and C are real numbers and delta equal to B plus C, C plus A, B plus C, C plus A plus B, C plus A plus B, B plus C, A plus B, B plus C, C plus A equal to 0. If A, B, C are real numbers and 0, show that A plus B plus C equal to 0 or A equal to B equal to C or A equal to B equal to C. ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി 0 ആണെന്നുള്ളതും ഓർ എ ബി സി എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി ആണെന്നുള്ളതും ഷോ ചെയ്യണം. ഓക്കെ, ആദ്യം മൊത്തം ആഡ് ചെയ്താൽ അത് ഡെൽറ്റ മൊത്തം ആഡ് ചെയ്യാം. R1 ചേഞ്ചസ് ടു ടു എ ടു ബി ടു സി 2 into A plus B plus C 2A 2B 2C 2 into A plus B plus C 2A 2B 2C 2 into A plus B plus C C plus A plus B B plus C A plus B B plus C C plus A equal to 0. ഫസ്റ്റ് റോയിൽ നിന്ന് 2 into A plus B plus C ഔട്ട്സൈഡ് എടുക്കുക. C
സി പ്ലസ് എ പ്ലസ് ബി, ബി പ്ലസ് സി, എ പ്ലസ് ബി, ബി പ്ലസ് സി, സി പ്ലസ് എ ഈക്വൽ ടു 0. ടു ഇൻറ്റു ഇതിൽ നിന്നിപ്പോൾ ഒരു ഓപ്പറേഷൻ C2 changes to C2 minus C1. C3 changes to C3 minus C1. അപ്പോൾ 2 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി, 1 സി പ്ലസ് എ പ്ലസ് ബി, 0 ബി മൈനസ് സി, സി മൈനസ് എ, 0 ബി മൈനസ് എ, സി മൈനസ് ബി ഈക്വൽ ടു 0. 2 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി, ഫസ്റ്റ് റോ വെച്ചിട്ട് ഡിറ്റർമിനൻറ്റ് കാണാം. 1 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ബി മൈനസ് സി, ബി മൈനസ് എ, സി മൈനസ് എ, സി മൈനസ് ബി, ബാക്കി 0. ഇപ്പം 2 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു ബി മൈനസ് സി ഇൻറ്റു സി മൈനസ് ബി മൈനസ് സി മൈനസ് എ ഇൻറ്റു ബി മൈനസ് എ. ഓക്കെ, ഇത് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, ബാക്കി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇത് മായ്ക്കുന്നു കേട്ടോ. 2 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി, അത് മൾട്ടിപ്ലൈ ചെയ്താൽ ബി സി മൈനസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ പ്ലസ് ബി സി മൈനസ് സി ബി മൈനസ് പ്ലസ് സി എ പ്ലസ് എ ബി മൈനസ് എ സ്ക്വയർ ഈക്വൽ ടു 0. ടു എ മൈനസ് ബി മൈനസ് സി, ഇത് രണ്ടും ക്യാൻസലായി. മൈനസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സി പ്ലസ് സി എ. നെഗറ്റീവ് പുറത്തെടുത്താൽ എ പ്ലസ് ബി പ്ലസ് സി. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ ബി മൈനസ് ബി സി മൈനസ് സി എ ഈക്വൽ ടു 0. ഞാൻ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആക്കാം. അപ്പോൾ അതിനെ ഈ -2നെ റൈറ്റ് സൈഡ് കൊണ്ടുപോയാൽ അത് 0, ബാക്കി എ പ്ലസ് ബി പ്ലസ് സി. ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ അല്ല, ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ആദ്യം -2 ഇവിടെ നിന്നോട്ടെ, എന്നിട്ട് അവസാനം കൊണ്ട് 2 കൊണ്ട് -2 റൈറ്റ് സൈഡ് പോയാൽ 0. ഇവിടെ 2 കൊണ്ട് ഇതിനുള്ളിൽ മൾട്ടിപ്ലൈ ചെയ്യുക, നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ അതേപോലെ ഡിവൈഡ് ചെയ്യുക. 1/2 2a സ്ക്വയർ 2b സ്ക്വയർ 2c സ്ക്വയർ -2ab -2bc -2ca. ഇനി 1/2 റൈറ്റ് സൈഡ് പോട്ടെ. ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാം. അതേപോലെ
അപ്പോൾ ഇത് ഇൻറ്റു ഇത് 0 ആണെങ്കിൽ ഐദർ ഓർ മൂന്ന് സ്ക്വയറിൻ്റെ സമ്മ് 0 വരണമെങ്കിൽ 3ഉം 0 ആവണം. 3 സ്ക്വയറും 0 ആവണം. അതായത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ 0 ആണ്, ബി മൈനസ് സി ഹോൾ സ്ക്വയർ 0, സി മൈനസ് എ ഹോൾ സ്ക്വയർ 0 ആണ്. എന്തുണ്ടെങ്കിലും സ്ക്വയർ 0 ആണെങ്കിൽ അത് 0 ആണ്. അപ്പോൾ എ ഈക്വൽ ടു ബി. From this, A and B equal ആണ്, B C equal ആണ്, C A equal. Therefore, A equal to B equal to C. അപ്പോൾ ഒന്നെങ്കിൽ A plus B plus C 0, അല്ലെങ്കിൽ A equal to B equal to 0. Either or. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കും. ഈ ക്വസ്റ്റ്യൻ റെഡി ആയെന്ന് വിചാരിക്കും. Prove that a square bc ac plus c square a square plus AB, B square AC, AB, B square plus BC, C square. Equal to 4A square, B square, C square. നമുക്ക് ചെയ്തിട്ട് ഇതാക്കി പ്രൂവ് ചെയ്യണം. ഇതിലേക്ക് നമുക്ക് ആൻസർ എത്തിക്കണം. 4A square, B square, C square എന്നതിലേക്ക് ആൻസർ എത്തിക്കണം. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഔട്ട് സൈഡ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ എനെ ഔട്ട് സൈഡ് എടുക്കാം ഫസ്റ്റ് കോളത്തുനിന്ന്, ബീനെ സെക്കൻഡ്, സീനെ തേർഡ്. എ പ്ലസ് ബി, ബി, സി ബി, ബി പ്ലസ് സി. എ സീനെ ഔട്ട് സൈഡ് എടുക്കുമ്പോൾ എ പ്ലസ് സി, എ സി. ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ്. ഇനി ഒന്നെങ്കിൽ നേരിട്ട് അങ്ങ് ഡിറ്റർമിൻ്റ് കാണാം, അല്ലെങ്കിലോ ഓപ്പറേഷൻ എന്തെങ്കിലുമൊക്കെ ഓപ്പറേഷൻ ചെയ്ത് കഴിയുന്നതും സിമ്പിളാക്കിയിട്ട് എന്ത് ചെയ്യുക, ഡിറ്റർമിനൻ്റ് കാണും. അപ്പോൾ ബി മൈനസ് സി, സി മൈനസ് സി, മൈനസ് സി, R2 minus R1. ഇത് മൈനസ് ഇത്, ഇത് മൈനസ് ഇത്, മൈനസ് ഇത്, അല്ലെങ്കിൽ C3 changes to C3 minus C1 minus C2. അപ്പോൾ എ ബി സി സീറോ, ഇത് മൈനസ് ഇത്, എ മൈനസ് ബി, ഇത് എ മൈനസ് എ, മൈനസ് 2b, ഇത് മൈനസ് ഇത്, മൈനസ് ഇത്, ബി മൈനസ് മൈനസ് ക്യാൻസൽ ആവും, മൈനസ് 2b.
തേർഡ് കോളത്തുനിന്ന് -2b പുറത്തെടുക്കാം. -ab -ac +bc +ab -ca -bc bc bc ab ab -2ab² c into -2ac 4a² b² c² ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ്. ഇതാണ് പ്രൂവ് ചെയ്യുന്നത്. സിമ്പിൾ. പെട്ടെന്ന് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. യൂസിങ് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻറ്റ്സ് prove that x, y, z a square y square z square 1 px cube 1 plus py cube 1 plus pz cube equal to 1 plus pxyz x minus y, y minus z, z minus x. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് x a square 1 y y square 1 z z square 1 plus px cube തേർഡ് കോളം രണ്ട് ടേമിൻ്റെ സമ്മാണ്. അപ്പോൾ രണ്ട് ഡിറ്റർമിൻ്റെ സമ്മായിട്ട് ഇതിനെ എഴുതാം. എക്സ് എ സ്ക്വയർ 1 1 1 എക്സ് വൈ സെഡ് പി എസ് ക്യൂബ് പി വൈ ക്യൂബ് പി സെഡ് ക്യൂബ്. ഇനി ഇതിൽ നിന്ന് സെക്കൻഡ് ഡിറ്റർമിനൻറ്റിൽ നിന്ന് ഫസ്റ്റ് റോയിൽ നിന്ന് പി എക്സും
സെക്കൻഡ് റോയിൽ നിന്ന് പി വൈയും തേർഡ് റോയിൽ നിന്ന് പി സെഡും ഔട്ട് സൈഡ് എടുക്കാം. പി എക്സ് തേർഡ് കോളത്തിൽ നിന്ന് ഒന്നുകൂടി പറയാം, തേർഡ് കോളത്തിൽ നിന്ന് പി ആദ്യം ഔട്ട് സൈഡ് എടുക്കാം. ഇനി ഒറ്റടിക്ക് ഇത് മനസ്സിലായില്ലെങ്കിൽ ഫസ്റ്റ് റോയിൽ നിന്ന് എക്സും സെക്കൻഡ് റോയിൽ നിന്ന് വൈയും തേർഡ് റോയിൽ നിന്ന് സെഡും ഔട്ട് സൈഡ് എടുക്കും. ഇനി ഇത് രണ്ടും സെയിം ആക്കിയാൽ കോമൺ ഔട്ട് സൈഡ് എടുക്കാം. ഇതിന് ഈ ഡിറ്റർമിനൻറ്റിന് അല്ല ഈ ഡിറ്റർമിനൻ്റ് ഇത് സെയിം ആക്കാൻ ഈ ഡിറ്റർമിനൻ്റ് അവിടെ ഇല്ല. C2 ഇൻ്റർചേഞ്ചസ് ടു C3, C2 C3 ഇൻ്റർചേഞ്ച്, അപ്പോൾ സൈൻ ചേഞ്ച് ആവും. അപ്പം നെഗറ്റീവ്. സോറി, ഇനി വീണ്ടും ഇതിനെ ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യും. അപ്പോൾ ഇതും ഇതും ഇവിടെ കിട്ടും. അപ്പോൾ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ ഇരുന്നു സൈൻ ചേഞ്ച് ആവും. അപ്പോൾ മൈനസ് മൈനസ് പ്ലസ് ആയി. ഇനി ഈ രണ്ട് ഡിറ്റർമിനൻറ്റും സെയിം ആണ്. അപ്പോൾ അത് കോമൺ എടുക്കാം. ബാക്കി 1 പ്ലസ് പി എക്സ് വൈ സെഡ് എന്ന് വരും. ഇനി ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണണം. അപ്പോൾ ഇത് ഞാൻ വായിക്കുന്നു. ഡിറ്റർമിനൻറ്റ് കുറേ പ്രാവശ്യം കണ്ട ടൈപ്പാണ്. അപ്പോൾ R2 ചേഞ്ചസ് ടു R2 മൈനസ് R1, R3 ചേഞ്ചസ് ടു R3 മൈനസ് R1, 1x x square, 0y minus x, y square minus x square, 0z minus x, z square minus x square, 1 plus p x y z. ഇനി ഇതിന് കോമൺ ഉണ്ടെങ്കിൽ കോമൺ എടുക്കാം. y square minus x square ആണ് y plus x into y minus x, z plus x into z minus x. ഇതിന്ന് y മൈനസ് സെക്കൻഡ് കോളത്തിൽ നിന്ന് റോന്ന് y മൈനസ് എക്സും തേർഡ് റോന്ന് z മൈനസ് എക്സും കോമൺ എടുത്തു. 1x x സ്ക്വയർ, 0 1 y പ്ലസ് എക്സ്, 0 1 z പ്ലസ് എക്സ്. ഇനി അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണണം.
ഫസ്റ്റ് കോളം വെച്ച് ചെയ്താൽ ബാക്കിയൊക്കെ 0. ഇതിന് ഡിറ്റർമിനൻറ്റ് z പ്ലസ് എക്സ് മൈനസ് വൈ മൈനസ് എക്സ്, എക്സ് മൈനസ് എക്സ് ക്യാൻസൽ. z മൈനസ് വൈ. ഇത് തിരിച്ചിട്ട എക്സ് മൈനസ് വൈ, ഇത് തിരിച്ചിട്ട വൈ മൈനസ് എക്സ്. അത് രണ്ട് നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവായി. പിന്നെ z മൈനസ് എക്സ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ്. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഏകദേശം റെഡിയായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട്. യൂസിങ് properties of the determinant, prove that ഒരു മിനിറ്റ് ക്വസ്റ്റ്യൻ ഒന്ന്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൽഫ സ്ക്വയർ ബീറ്റ പ്ലസ് ഗാമ ബീറ്റ സ്ക്വയർ ഗാമ പ്ലസ് ആൽഫ ഗാമ സ്ക്വയർ ആൽഫ പ്ലസ് ബീറ്റ. ബീറ്റ മൈനസ് ഗാമ ഇൻറ്റു ഗാമ മൈനസ് ആൽഫ ഇൻറ്റു ആൽഫ മൈനസ് ബീറ്റ ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ. ഇത് പ്രൂവ് ചെയ്യണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇത് കഴിഞ്ഞിട്ട് തരാം. 2-3 ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്തിട്ട് പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഇത് നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് വേറെ ചാപ്റ്റർ തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇത് പ്രൂവ് ചെയ്യണം. അത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആൽഫ സ്ക്വയർ ബീറ്റ പ്ലസ് ഗാമ ബീറ്റ സ്ക്വയർ ഗാമ പ്ലസ് ആൽഫ ഗാമ സ്ക്വയർ ആൽഫ പ്ലസ് ബീറ്റ. ഫസ്റ്റ് കോളവും തേർഡ് കോളവും ആഡ് ചെയ്യാം. C3 ചേഞ്ചസ് ടു. അപ്പം നമുക്ക് ബീറ്റ ഗാമ ഇനി ഇത് ഔട്ട്സൈഡ് എടുക്കുക. ആൽഫ സ്ക്വയർ 1 ബീറ്റ സ്ക്വയർ 1 ഗാമ സ്ക്വയർ 1. ആൽഫ ഇനി ഇതിന്ന് ഇത് മൈനസ് ചെയ്യാം. R2 ചേഞ്ചസ് ടു R2 മൈനസ് R1.
R3 ചേഞ്ചസ് ടു R3 മൈനസ് R1. ഇതിപ്പോൾ ഏകദേശം തറവായി എന്ന് വിചാരിക്കുന്നു. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഏകദേശം തറവായി എന്ന് വിചാരിക്കുന്നു. ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ഇൻറ്റു ആൽഫ സ്ക്വയർ 1 ബീറ്റ മൈനസ് ആൽഫ ബീറ്റ സ്ക്വയർ മൈനസ് ആൽഫ സ്ക്വയറിന് ബീറ്റ മൈനസ് ആൽഫ ഇൻറ്റു ബീറ്റ പ്ലസ് ആൽഫ 0 ഗാമ മൈനസ് ആൽഫ ഗാമ പ്ലസ് ആൽഫ ഇൻറ്റു ഗാമ മൈനസ് ആൽഫ 0 ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ഇൻറ്റു സെക്കൻഡ് റോന്ന് ബീറ്റ മൈനസ് ആൽഫ കോമൺ എടുത്തു. തേർഡ് റോയിൽ നിന്ന് ഗാമ മൈനസ് ആൽഫ കോമൺ എടുത്തു. ബാക്കി ഡിറ്റർമിനന്റ് ഇനി ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ബീറ്റ മൈനസ് ആൽഫ ഗാമ മൈനസ് ആൽഫ ഫസ്റ്റ് കോളം വെച്ച് ഇൻറ്റു തേർഡ് കോളം വെച്ച് 1 ഇൻറ്റു ബാക്കിയൊക്കെ 0. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ഇൻറ്റു ബീറ്റ മൈനസ് ആൽഫ ഇൻറ്റു ഗാമ മൈനസ് ആൽഫ ഗാമ പ്ലസ് ആൽഫ ബീറ്റ മൈനസ് ആൽഫ ആൽഫയും മൈനസ് ആൽഫയും കട്ട് ചെയ്തു. ബീറ്റ മൈനസ് ആൽഫ ഇൻറ്റു ഗാമ മൈനസ് ആൽഫ ഇൻറ്റു ഗാമ മൈനസ് ബീറ്റ. നമുക്ക് ആൽഫ മൈനസ് ബീറ്റ എന്ന് എഴുതാം. ബീറ്റ മൈനസ് ഗാമ, രണ്ട് മൈനസും പ്ലസ് ആയി. ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ്. ഇതാണ് പ്രൂവ് ചെയ്യുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത പറഞ്ഞു അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ determinant 3a minus a plus b minus a plus c minus b plus a 3b minus b plus c minus c plus a minus c plus b 3c equal to 3 into a plus b plus c into ab plus bc plus ca. ഇത് ഈക്വൽ ടു 3 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി എ ബി പ്ലസ് ബി സി പ്ലസ് സി എ എന്ന് പ്രൂവ് ചെയ്യും. ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 3a മൈനസ് എ പ്ലസ് ബി മൈനസ് എ പ്ലസ് സി മൈനസ് ബി പ്ലസ് എ 3b minus b plus c minus c plus a minus c plus b 3c. ഇതിൽ എല്ലാ കോളവും തമ്മിൽ ആഡ് ചെയ്യാം. c1 changes to c1 plus c2 plus c3.
എ പ്ലസ് ബി പ്ലസ് സി മൈനസ് എ പ്ലസ് ബി മൈനസ് എ പ്ലസ് സി മൈനസ് ബി പ്ലസ് സി 3b മൈനസ് ബി പ്ലസ് സി സോറി ഇത് മൊത്തം ആഡ് ചെയ്യുമ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ഇനി ഫസ്റ്റ് കോളത്തിൽ നിന്ന് എ പ്ലസ് ബി പ്ലസ് സി ഔട്ട് സൈഡ് എടുത്തു 1 മൈനസ് എ പ്ലസ് ബി മൈനസ് എ പ്ലസ് സി 1 3b മൈനസ് ബി പ്ലസ് സി 1 മൈനസ് സി പ്ലസ് ബി 3c ഇനി നമുക്ക് R2 ചേഞ്ചസ് ടു അതേപോലെ R3 ചേഞ്ചസ് ടു a plus b plus c into 1 into determinant 2b plus a minus c, a minus c, 2c plus c, a minus b. ബാക്കിയൊക്കെ 0. ഇനി a plus b plus c multiply 2b plus a 2c plus a minus b into a minus c a plus b plus c 4bc 2ac a square a square a square cancel ബാക്കി a plus b plus c 4bc minus bc 3bc 2ab plus ab 3ab 2ac plus ac 3ac a plus b plus c 3 കോമൺ എടുത്തു ബാക്കി എ ബി പ്ലസ് ബി സി പ്ലസ് സി എ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതാണ് റൈറ്റ് ഹാൻഡ് സൈഡ്. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കും. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകും. ഏകദേശം ഈ ചാപ്റ്റർ അവസാനിപ്പിക്കാൻ നമുക്ക് 1-2 ക്വസ്റ്റ്യൻ ചെയ്തിട്ട്